ഇപ്പം ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് പറയാം, അപ്പോൾ അതനുസരിച്ച് ആക്ട് ചെയ്യുക. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്കൊരു ഒരു നാണം പിടിക്കാം, ഒരു ബ്ലഷൊക്കെ ആയിട്ടുള്ള ഒരു നാണം. ഓക്കെ, ഒരു ചമ്മലും കൂടി ഉണ്ടേ, ഒരു ചമ്മലും കൂടിയുള്ള ഒരു നാണമാണ്. ആ നാം കടിക്കണ്ട, അത് കുറച്ച് ക്രിഞ്ചാണേ. ഓക്കെ, കണ്ടിന്യൂ. ഓക്കെ, നാണം, ഒരു ചമ്മലും ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും. ഓക്കെ, ദാറ്റ്സ് എക്സാക്ട്ലി. ഓക്കെ, ഗുഡ്. ഓക്കെ, അതൊക്കെ അടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം. അടുത്തൊരു ദേഷ്യം കാണിക്കും. ദേഷ്യം പൊട്ടിത്തെറിക്കാനുള്ള ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. വേണമെങ്കിൽ മുഖമൊക്കൊന്ന് തിരിച്ചിട്ടൊക്കെ കാണിച്ചോ, അതൊക്കെ ആയിരിക്കും ബെറ്റർ. യാ, ദാറ്റ്സ് ഗുഡ്. കടിച്ചു പിടിച്ച് നിൽക്കുന്ന ദേഷ്യം, യാ, അത് തന്നെ. ഓക്കെ, ഇനഫ്. ഇനി അടുത്തത് നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രണ്ടിലൊരു ഒരു തമാശ നടക്കുന്നുണ്ട്, അപ്പോൾ ചിരി കൺട്രോൾ ചെയ്യണം. ഓക്കെ, ചിരി കൺട്രോൾ ചെയ്യണം. യാ, ഗുഡ്. കണ്ടിന്യൂ. നമ്മൾ ആ ചിരി ഇങ്ങനെ പുറത്ത് ഇപ്പം ചാടും, പക്ഷെ അത് മാക്സിമം കൺട്രോൾ ചെയ്യാം. അങ്ങനെ തന്നെ. ഗുഡ്. നമ്മൾ വേണമെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു അത്ഭുതം. ഓക്കെ, വിശ്വസിക്കാൻ പറ്റാത്തുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. എക്സാക്ട്ലി. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാത്ത വിധത്തിലൊരു തന്നെ. ഗുഡ്. ഓക്കെ, ഇനഫ്. ഇനി ഒരു മെമ്മറീസിലോട്ട് പോവാം. അതായത് ഒരു പഴയ ഓർമ്മ പോട്ടെ. അത് തന്നെ, പഴയകാല ഓർമ്മകളായിരിക്കാം. അതിങ്ങനെ ആലോചിച്ചൊരു വിഷമം, പക്ഷെ സ്വയം ആശ്വാസം തേടുന്ന പോലെ സ്വയം സമാധാനിക്കുന്നു. യാ, എക്സാക്ട്ലി, സമാധാനിക്കുന്നു. ഓക്കെ, കണ്ടിന്യൂ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു സാഡിലോട്ട് കയറിക്കോളൂ. വിഷമം. ഈ സാഡ് മൂമെൻറ്റിൽ വേറെ രീതി ചിന്തിക്കുക. ഫ്രണ്ടിൽ ഒരാളുണ്ട്, ഒരു കാര്യം കേൾക്കുന്നു, ആ വിഷമം. അതിനോട് ചെറിയൊരു ചിരി കൂടെ വരട്ടെ പതുക്കെ. എക്സാക്ട്ലി, അത് തന്നെ. അതായത് എക്സാക്ട്ലി. ഇനി കണ്ണിൽ കുറച്ചുകൂടി വിഷമവും ചുണ്ടിൽ ചിരിയും, അങ്ങനെ. അതായത് നിങ്ങളെ കാണിച്ചോന്നല്ല സിനിമയ്ക്ക് വേണ്ടത്, അഭിനയം നാച്ചുറൽ ആയിരിക്കും. നാച്ചുറൽ ആവാം സാർ. സാർ നോക്കിക്കോളൂ. ഹലോ, ഏതായാലും ഈ പടത്തിൽ നിങ്ങൾക്ക് പറ്റിയ വേഷമൊന്നുമില്ല. അങ്ങനെ പറയരുത് സാർ, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വേഷം തരണം. എങ്ങനെയെങ്കിലും ഒരു വേഷം തരുന്നത് എങ്ങനെയാ? അതിന് കഴിവുണ്ടാവണം. കഴിവുണ്ട് സാർ, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് വിശ്വാസമില്ല. അഭിനയിക്കാൻ വേഷമൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരക്കഥ എഴുതും സാർ. സ്ക്രിപ്റ്റ്, പാട്ട് പാടും. ഇതൊന്നും ഇവിടെ ആവശ്യമില്ല. നിങ്ങൾ ശല്യപ്പെടുത്താതെ പോണം. എങ്കിൽ സാറിന് അസിസ്റ്റന്റ് ആക്കാൻ പറ്റുമോ? അതിലൂടെ ഞാൻ അഭിനയത്തിലേക്ക് കയറിക്കോളാം. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? സാർ, എന്നെ ഒഴിവാക്കരുത് സാർ. 3-4 കൊല്ലായി സാർ ഇതിന് ഇറങ്ങി തിരിച്ചിട്ട്. ഞാനൊരു പാവമാണ് സാർ. ജീവിക്കാൻ വേറെ ഒരു മാർഗം ഇല്ലാത്തോണ്ടാ. ജീവിക്കാൻ മാർഗം ഉണ്ടാക്കലല്ല എന്റെ ജോലി. എനിക്കിവിടെ വേറെ പണിയുണ്ട്. സാർ, വേണമെങ്കിൽ ഞാൻ സാറിന്റെ കാര്യം പഠിക്കാൻ സാർ. എന്തായി കാണിക്കുന്നത്? നിങ്ങൾ പോണം. ഗെറ്റ് ഔട്ട്. സാർ, തന്നെ അടുത്ത് പോവല്ലോ പറഞ്ഞു. സാർ, ആ സോങ് കഴിഞ്ഞിട്ട് വരുന്ന സീൻ. ഹലോ, ഒരു ദിവസം സാറിന്റെ ഡേറ്റ് ചോദിച്ച് വരും. അന്ന് ഞാൻ തന്നെ എടുത്തോളാം കേട്ടാ. താടി ഓളാർക്കെ അവിടുന്ന്. ഇവനൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി